പിരിഞ്ഞവനാണ്, പിണങ്ങി നിൽക്കുന്നവനാണ്, അകന്നു പോയവനാണ്. അസ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇൻഷാ അല്ലാഹ് നിർത്തി. ഞാൻ ആ ഹദീസ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഉദ്ദേശിച്ചതിലേക്ക് സമയം കൂടി പോയി. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറയാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകുമാറാവട്ടെ. ഉപകാരപ്രദമായ ഇൽമ പറയാനും പഠിക്കാനും ഉൾക്കൊള്ളാനും കേൾക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. رحم الراحمين يا الملك الجبار يا സർവ്വദിനാഥനായ അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഞങ്ങളിൽ നിന്ന് കുറ്റമറ്റ അമലായി നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ മശായിഖുമാര്, ഉസ്താദുമാര്, ഭാര്യമാര്, സന്താനങ്ങൾ, സ്നേഹിതന്മാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കുടുംബങ്ങൾ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ കണ്ണിൽ ഉണ്ണികളാ ഞങ്ങളെ ശിഷ്യന്മാർ, എല്ലാവരുടെയും പാപങ്ങൾ പൊറുത്തു തരണേ അല്ലാ. റഹ്മത്ത് ചൊരിയണേ അല്ലാ. ഇൽമും ഈമാനും ഹിദായത്തും തഖ്വയും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഇഖ്ലാസ് കൈമുതലാക്കണേ അല്ലാ. തഖ്വ ഞങ്ങളെ കപ്പലാക്കണേ അല്ലാ. അല്ലാ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, അല്ലാ, ഞങ്ങളോടൊന്നിച്ച് പ്രവർത്തിച്ചിരുന്നവർ, ഞങ്ങളുടെ പുരോഗതിയിൽ ഞങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിച്ചിരുന്നവർ, അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കുക അല്ലാ, റാഹത്തിലാക്കുക അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന സകല സൽക്കർമ്മങ്ങളിൽ നിന്നും ഒരു വീതം എന്നും എപ്പോഴും അവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഇഖ്ലാസ് ഞങ്ങൾക്ക് കൈമുതലാക്കുക അല്ലാ. തഖ്വ ഞങ്ങളെ കപ്പലാക്കുക അല്ലാ. അല്ലാ, ഈ പള്ളിക്ക് വേണ്ടി, പള്ളിയുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന, പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന സകല ആളുകൾക്കും നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ. ബറക്കത്തുകൾ ചൊരിയണേ അല്ലാ. ഇൽമും ഈമാനും ഹിദായത്തും സ്വലാഹും വർദ്ധിപ്പിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലിഹി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وسلم على جميع الأنبياء والمرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നല്ലൊരു ലൈവ് കൊണ്ടോട്ട് മസ്ജിദുൽ ഫതഹിൽ നിന്നും ബഹുമാനപ്പെട്ട ലുക്മാൻ ഹക്കീം സഖാഫി ഉസ്താദിൻ്റെ ക്ലാസ് നമുക്ക് ലഭിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദന്മാരുടെ ഇൽമിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ. നമുക്ക് ലൈവ് ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ദായിമാർ അവരുടെ ജീവിതത്തിലും ജോലികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമുക്ക് ലൈവ് എത്തിച്ച നമ്മുടെ സിദ്ദീഖ് പുളിക്കൽ, അദ്ദേഹത്തിൻ്റെ പിതാവ് സുഖമില്ലാതെ കിടപ്പിലാണ്. എല്ലാവരും ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. ശ്വാസമുട്ടലാണ് അസുഖം. അതേപോലെ നമ്മുടെ വേറൊരു അഡ്മിന് അബ്ദുരിങ്ങല്ലൂരിൻ്റെ എളാപ്പ, അദ്ദേഹം സുഖമില്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണെന്ന് ഇന്നലെ അറിയാൻ കഴിഞ്ഞു. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും
കാമിലായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുണ്യമാക്കപ്പെട്ട റബ്മാനിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഇബാദത്തുകളും റബ്ബ് സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. അതേപോലെ നമ്മുടെ മറ്റൊരു അഡ്മിൻ മുത്തു 786 സഹോദരി പെങ്ങൾക്ക് ഓപ്പറേഷനാണ് വരുന്ന 12-ാം തീയതി. ആ സഹോദരിക്ക് റബ്ബ് ഷിഫ നൽകുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്കിനി അബൂ ഷാക്കിർ ഉസ്താദിൻ്റെ ഫിഖ് ക്ലാസ് ആണ്. അല്പം മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബഹുമാനപ്പെട്ട കാന്തപുരം AP ഉസ്താദിൻ്റെ ശുദ്ധ ഖുർആൻ പ്രകാശം എന്ന വിഷയത്തെ ആസ്പദമാക്കി ജൂലൈ 10-ാം തീയതി, അതായത് വരുന്ന വ്യാഴാഴ്ച രാത്രി 10:30 ദുബായ് ഖിസൈസിലെ ജമഅത്തുൽ ഇസ്ലാഹ് ഓഡിറ്റോറിയത്തിൽ പ്രഭാഷണമുണ്ട്. എല്ലാവരും കഴിയുന്നവരൊക്കെ അതിൽ പങ്കെടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആ നേതൃത്വത്തിൻ്റെ കീഴിൽ അടിയുറച്ച് മരണം വരെ അണിനിരക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അബൂ ഷാക്കിർ ഉസ്താദിന്റെ ക്ലാസ്സിന് സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആമിയലിയോ മറ്റുള്ള 2-3 പാട്ടങ്ങ് പാടുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് ഉസ്താദ് എത്തും. ഒരു ഇടവേളക്ക് ഒരു ചേഞ്ചിങ്ങും ആയിക്കോട്ടെ. ഇൻഷാ അല്ലാഹ് കുട്ടികൾ മൈക്കിലേക്ക് വന്നാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ വലിയവർക്കും പാടാം. ഇൻഷാ അല്ലാഹ് മുത്തുവിനെ പോലെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ഒഴിവാകുന്നത്. പാടാൻ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൈ ഉയർത്തി വന്നാൽ ഉസ്താദ് എത്തുമ്പോഴേക്ക് നമുക്ക് മൈക്ക് ഫ്രീ ആക്കി ഇടേണ്ടതില്ല. കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ, എന്നാ മൈക്കിലേക്ക് വന്നോളൂ. കഴക്കൂട്ട ഉസ്താദ് ഉണ്ടല്ലോ അല്ലേ? ഉസ്താദ്മാരൊക്കെ ഉണ്ട് റൂമില്. ഇൻഷാ അല്ലാഹ്. ആ, ഓക്കെ. വേറെ ആരെങ്കിലും വരിക ഉള്ളവര് മൈക്കിലേക്ക് വന്നിട്ടേ ഉസ്താദ് വരുന്നവരെ അങ്ങ് മൈക്കിനെ ഉപയോഗപ്പെടുത്താലോ. ആരും കൈ വന്നിച്ചാൽ ഞാൻ മൈക്ക് ഫ്രീ ആക്കും ഇൻഷാ അല്ലാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിൽ ഒന്നായി ചേരുവാൻ ബദരീങ്ങളെ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളെ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളെ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും
സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദിരീങ്ങളെ തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസ്സിനും ബദിരീങ്ങളെ തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ കീടമായ അൻവറിന്റെ ഉപദേശം ആർക്ക് വേണം? അൻവറെ, കീടങ്ങൾ അത് എലിയും കൂട്ടി പുറത്തേക്ക് എടുത്തിടാ സാധാരണ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് നിന്റെ ഉപദേശം തൽക്കാലം ഇവിടെ ആവശ്യമില്ല. അടങ്ങിയിരുന്ന നിനക്ക് ഗുണമാണ്, ഇല്ലെങ്കിൽ കുറി തൊട്ട് പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലി അതൊക്കെയും ബദരീങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായാ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളെ തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ബദർ ശുഹദാക്കന്മാരുടെയും മറ്റ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരുടെയും ഹഖ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങളുടെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരികയും അവന്റെ പൊരുത്തം നേടുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുകയും ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ഒരുപാട് രോഗങ്ങളിലായി കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പും നിസ്കാരവും സദഖയും മറ്റും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് പരിപൂർണ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനിന്റെ ആദ്യത്തെ 10 നമ്മളിൽ നിന്ന് കഴിഞ്ഞു കിടക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ റമളാൻ നോമ്പുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുകയും മുന്നിട്ട് വരുന്ന റമളാൻ പ്രധാനപ്പെട്ട ദിവസങ്ങളും പ്രധാനപ്പെട്ട സമയങ്ങളുമാണ് ഇനി നമ്മളിലേക്ക് വരാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ അതിൻ്റെതായ നിലയിൽ ഉപയോഗപ്പെടുത്തുവാനും പരമാവധി അതുകൊണ്ട് നേട്ടം കൊയ്തെടുക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട അബൂ ഷാക്കിർ ഉസ്താദ് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ട അറിവുകൾ, നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോട് കൂടി നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് ലഭിക്കുവാൻ ഉതകുന്ന ഒരു സംരംഭമാണ് നമ്മുടെ ക്ലാസ് റൂം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ക്ലാസ് ആകുമ്പോഴേക്ക് എത്തിക്കുക. മറ്റുള്ളവരാരെങ്കിലും മൈക്കിലേക്ക് വന്ന് നന്നായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമയുടെ ഈ പ്രാവശ്യത്തെ ദുബായ് ഹോളി ഖുർആൻ 18ാമത്തെ ഹോളി ഖുർആൻ അവാർഡ് അനുബന്ധിച്ച് നടക്കുന്ന ഇസ്ലാമികമായ പ്രഭാഷണ പരമ്പരകളിൽ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ പങ്കെടുത്ത് സംസാരിക്കുന്നു. 10-ാം തീയതി വ്യാഴാഴ്ച രാത്രി ജമിയത്തുൽ ഇസ്ലാഹിൽ വെച്ചുകൊണ്ട്
അതിലേക്ക് എല്ലാവരാലും കഴിയുന്ന നിലയിൽ ആളുകളെ എത്തിക്കുകയും ഇപ്പൊ PM ചെയ്യരുത്. സംസാരിക്കുന്ന അവസരത്തിൽ PM ചെയ്താലേ അത് അങ്ങനെ പരിഗണിക്കൂല. അപ്പോൾ ആ ശ്രദ്ധ അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊരു ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമയുടെ പ്രഭാഷണത്തിലേക്ക് എല്ലാവരെയും എത്തിക്കുകയും എല്ലാവർക്കും അതൊക്കെ ഉസ്താദ് വരുമ്പോൾ ഉസ്താദിനോട് ചോദിക്കുക, മൈക്കിൽ ചോദിക്കുക. ഞാനൊന്നും ഫിഖ്ഹിയായ മസലകളൊന്നും പറയാൻ അറിയപ്പെട്ടവനല്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകരും അനുഭാവികളുമൊക്കെ ആയ ആളുകൾ ഇൻഷാ അല്ലാഹ് വേണ്ടതുപോലെ ആ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടതൊക്കെ ചെയ്യണം. ഇൻഷാ അല്ലാഹ് RTIയുടെ ബസ് നമ്പർ ഞാൻ അടിച്ച പരസ്യത്തിലുണ്ട്. ആ ബസ്സിൽ വന്നാൽ നമ്മുടെ ക്രിസൈസിലെ ഇസ്ലാഹി ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് കൂടെ പോകുന്ന ബസ്സുകൾ, അവിടെ സ്റ്റോപ്പുള്ള ബസ്സുകളുടെ നമ്പറാണ് അടിച്ചത്. അതേപ്രകാരം തന്നെ പിന്നെ മെട്രോയിൽ പോരുകയാണെങ്കിൽ സ്റ്റേഡിയം സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ജമിയത്തുൽ ഇസ്ലാഹിന്റെ അടുത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എത്തിപ്പെടാനൊക്കെ വളരെ സൗകര്യമാണ് യാത്ര. അതുകൊണ്ട് തന്നെ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സമയമാകുമ്പോഴേക്ക് നമ്മുടെ സദസ്സ് വളരെ ഭംഗിയാക്കി കൊടുക്കണമെന്ന് കൂടി ഉണർത്തുന്നു. നമ്മൾ ഓരോരുത്തരും അതിൻ്റെയൊക്കെ പ്രവർത്തകരായിക്കൊണ്ടും പ്രചാരകരായിക്കൊണ്ടും പരിപാടി ഉഷാറാക്കണമെന്ന് കൂടി ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റേസ് ചെയ്യാണ്. ആരെങ്കിലും ഒരാളുകൾ മൈക്കിലേക്ക് വന്നാൽ നന്നായിരിക്കും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനവും സ്വീകരിക്കുമാറാവട്ടെ. എല്ലാം നമ്മൾ ആഖിറത്തിൽ കൂലി കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കരുത്ത് നെയ്യത്ത് നന്നാക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ കൂലി ലഭിക്കും. ഏത് പ്രവൃത്തി ചെയ്താലും അള്ളാഹു ആ വിഭാഗം ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുകയും പരിപൂർണമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരസ്പരം പ്രത്യേകം ആരും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ STV കുടുംബത്തിലുള്ള എല്ലാവർക്കും ദുആയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും ഉസ്താദുമാർക്കും പ്രവർത്തകർക്കും നമ്മുടെ റൂമിലുള്ള സഹോദരിമാർക്കും ഉമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി, എല്ലാവരുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ ഷരീഫ് നല്ലതുകൊണ്ട് സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തുകയും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ സംഘടനാ പ്രവർത്തകർ, നമ്മുടെ ഉസ്താദുമാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്ക് നല്ലതുകൊണ്ട് ഉപദേശം നൽകുന്നവർ, നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നവർ, നമ്മൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. വിഷമഘട്ടത്തിൽ നമ്മെ സഹായിച്ച സ്വന്തക്കാരേക്കാൾ നമുക്ക് ബന്ധപ്പെട്ടവരുണ്ട്. അല്ലാഹു അവരെയും ആരെയും നമ്മൾ മറക്കരുത്. എല്ലാവർക്കും ഒരു ദുആ കൊണ്ടെങ്കിൽ നമ്മൾ കഴിയുന്ന സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ ദുആയിലൊക്കെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുക. കടപ്പാടുകളും മറ്റും നമുക്ക് ഒരുപാടുണ്ട്. അവരെ നമുക്ക് മറക്കാൻ സാധ്യമല്ല. എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഉസ്താദിനെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب شراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. സഹോദരങ്ങളെ, റമളാൻ ആദ്യത്തെ 10ന്റെ അവസാനത്തെ ദിവസമാണ്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ അല്ലാഹു തആല പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് അവന്റെ അടിയാറുകളെ അനുഗ്രഹിക്കുന്ന റഹ്മത്തിന്റെ 10 നമ്മളോട് വിട പറയാണ്. അല്ലാഹു തആല ഈ റമളാനിലെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹം സിദ്ധിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട ഉമ്മവാപ്പമാര്, ഉസ്താദന്മാര്, സ്നേഹജനങ്ങള്, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് ആ ഭാഗ്യം ലഭിച്ചവരിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഉസ്താദ്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്ന്. റമളാൻ മാസം പ്രത്യേകിച്ച്
റമദാൻ മാസത്തിൽ കിട്ടുന്ന വെള്ളിയാഴ്ച എല്ലാം കൂടി അതിൽ ചെയ്യേണ്ടത് ദിക്റൊക്കെ ഉസ്താദ് പറഞ്ഞ ഉപകാരമാണ്. ഉസ്താദ് ഫുദൈൽമിന്റെ പുറമെ അങ്ങനെ മറ്റ് കിതാബുകളും അതിന്റെ ഫളായിലുകളും പറയുമ്പോൾ ചെറുപ്പക്കാർക്കും മറ്റുള്ളവർക്കും എന്നെ പോലെ പഠിക്കാത്തവർക്കും അതൊക്കെ ഉപകരിക്കുന്നുണ്ട്. അതെ, ഇവിടെ സാധാരണ മഗ്‌രിബിൽ പറയുന്നതാണ് ഞാൻ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. മറ്റൊന്നായിട്ട് പറഞ്ഞ് കാണുന്നു. അവിടെ അല്ലാഹുമ്മ യാ ഗനിയ്യു യാ ഹമീദ് യാ മുബ്ദി യാ മുഈദ് യാ റഹീം യാ വദൂദ് അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക ബിഹലാലിക അൻ ഹറാമിക എന്നാണുള്ളത്. ചില ആൾക്കാർക്ക് അല്പം പ്രയാസപ്പെട്ടു പോകും. കാരണം മഗ്‌രിബ് നിസ്കാരത്തിന്റെ ദുആ പഠിച്ചവർക്ക് അവിടെ യാ റഹീം യാ വദൂദ് അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക ബിതാഅതിക അപ്പോൾ അല്പൊരു മാറ്റം ഉണ്ടാവും ഉസ്താദെ. അപ്പോൾ അത് ഹദീസിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ അതിൻ്റെ ഫളായിലുകളും അതിൻ്റെ കൂലിയും കരസ്ഥമാവാതിരിക്കാൻ വല്ല കാരണവും ആകുമോ എന്നതാണ് ചോദിക്കുന്നത്. വിശദീകരിച്ചാൽ നന്നായിരിക്കും. അതല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കെലിമത്ത് മാറിയാൽ തന്നെയും അതിൻ്റെ ആശയം അതിലുള്ളത് കൊണ്ട് പറ്റും എന്നതാണ് ഉസ്താദെ. വിശദീകരിച്ചാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹദീസിൽ വന്ന തർത്തീബ് അങ്ങനെയാണെങ്കിലും തർത്തീബ് മാറിയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ഉൾക്കൊള്ളണം എന്ന് മാത്രം. അവിടെ ഇപ്പൊ ഒരു മുന്തിക്കലും പിന്തിക്കലും ഒന്നുള്ളൂ. അതിന് ബിഹലാലിക്ക ഹറാമിക്ക എന്ന് പറഞ്ഞിട്ടാണ് ബിത്വാത്തിക്ക മാസിയത്തിക്ക എന്നും പറഞ്ഞതിന് ശേഷം പിന്നെയാണ് ഫദ്ലിക അമ്മൻ സിവാക്ക് പറയുന്നതെങ്കിലും സംഗതി തെറ്റല്ല, അങ്ങനെയും പറയാം. പക്ഷെ ഹദീസിൽ വന്നത് ഫദ്ല് നിന്നിട്ട് ആദ്യം ചോദിച്ചിട്ടാണ്, എന്നിട്ടാണ് ഹറാമിനെ തൊട്ട് കാവല് തേടിയത്. അപ്പോ തെർത്തീബ് തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. അത്തഹിയാത്തിൽ വരെ തെർത്തീബിന് മാറ്റം വരാം, മയന മാറാഞ്ഞാ മതി എന്ന് പറഞ്ഞല്ലോ. എന്നതുപോലെ തെർത്തീബ് അല്പം വ്യത്യാസപ്പെട്ടു എന്നുള്ളതും കുഴപ്പമില്ല. എങ്കിലും ഹദീസിൽ വന്ന രീതിയിൽ ആവലാണ് കൂടുതൽ ഉത്തമം. ഇല്ലാത്തൊന്നല്ലോ. റമദാൻ ക്ഷീണം ബാധിച്ചിക്കും ഉണ്ടാകും കുത്തിരിക്കാൻ മതിയാക്കാണ്. ആരും വലിയ സംശയം നോക്കണ്ട. ആരും സംശയം ഉണ്ടാക്കി ചോദിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം ചെയ്യാ. അല്ലെങ്കിൽ ഇന്നലത്തേക്കൊക്കെ നേരത്തെ വരുന്ന ലൈവ് ഉണ്ടെങ്കിൽ ആ ലൈവിന്റെ ടൈം ആയിട്ടും ഉണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ വന്നൊരു ചോദ്യമാണ് ഉസ്താദെ, ആവി പിടിച്ചാൽ നോമ്പ് മുറിയുമോ എന്ന് നോമ്പിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതിപ്പോ നോമ്പായതിന്റെ ശേഷം ഒരു 41 വട്ടം തന്നെയെങ്കിലും പറഞ്ഞു. ഇത് ഉണ്ടാക്കി ചോദിക്കണ ചോദ്യമാണ്. അതിനൊന്നും സമയം കളയാനാവില്ല. രാത്രിയും പകലുമായിട്ട് ഉസ്താദന്മാര് ഈ ഒരൊറ്റ ചോദ്യത്തിന് എന്റെ അഭിപ്രായം ഈ കൊല്ലപ്പം മാസം 10ാമത്തെ ആകാൻ ഒരു 40 വട്ടെങ്കിലും ഇപ്പൊ അതെന്നെ പറഞ്ഞിട്ടുണ്ടാവും. ആവി പിടിച്ചാ നോമ്പുറിയോ എനിക്കറിയില്ല. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദിക്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആര്യരാജ് പറഞ്ഞത് മുഴുവനായിട്ട് കേട്ടില്ല. അപ്പൊ ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ട ഉസ്താദ് ഈ ദിക്ർ തന്നെ ആയിരിക്കും ഏതാണ് ഉത്തമം എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ ഇൻഷാ അല്ലാഹ്. ചോദ്യം കൊണ്ടുണ്ട് കഴിഞ്ഞിട്ട്. അതന്നെ ആലൂര് ചോദിച്ചേ. അങ്ങനെയാണല്ലോ സാധാരണ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തെറ്റുണ്ടോന്ന്? തെറ്റല്ല. പക്ഷെ ഹദീസിൽ വന്നത് അല്ലാഹുമ്മ അഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അഗ്നിനി ബിഹലാലിക ഹറാമിക എന്ന തെർത്തീബ് കുറച്ച് മാറ്റേണ്ട ഹദീസിന്റെ റിവായത്തിൽ.
അപ്പൊ ഏത് തർത്തീബാണ് പരിഗണിക്കേണ്ടത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ശരിക്കും ഹദീസിലെ തർത്തീബാണ് ഏറ്റവും ഉത്തമം. ഇനി തർത്തീബ് മാറി ചെല്ലിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആ ദുആനെ പറ്റി തന്നെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഇവിടെ പറഞ്ഞല്ലോ ഖബ്ല അൻ യസ്നിയ റിജ്ലിഹി വഫി റിവായത്തിന് ഖബ്ല അൻ യതകല്ലമ. അപ്പോ കാല് തെറ്റിക്കാതിരിക്കാൻ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ സുന്നത്ത് നിസ്കരിക്കാനും അവർ മാറ്റി നിർത്തുന്നു നമ്മളെ. അപ്പോൾ അവർക്ക് സുന്നത്ത് നിസ്കരിക്കാൻ നമ്മൾ സ്ഥലം മാറി കൊടുക്കേണ്ടി വരുന്നു. പിന്നൊന്ന് ഖബ്ല അൻ യതകല്ലമ എന്ന് പറഞ്ഞത് ദുന്നവിയായ കലാമാണ് ഉസ്താദെ, അല്ലെങ്കിൽ ചില പെട്ടെന്ന് കൈ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും വഴിയാണെന്നൊക്കെ സാധാരണ ഒരു സുഖവിവരം ചോദിക്കുന്നു. അതിന് നമ്മൾ മസൻസ് ഇങ്ങനെ മസൻസ് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല അതിനൊക്കെ അത്യാവശ്യ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന്റെ ശേഷം ചെല്ലിയാലും ഈ കൂലി കിട്ടും ഉസ്താദെ? ചിലപ്പോ ആരെങ്കിലും ചോദിച്ചാല് ഞാൻ അവിടുന്ന് കാലനക്കാതെ ഞാൻ സംസാരിക്കാതെ ചെല്ലട്ടെ എന്നുള്ള ചിന്തയിൽ ഇരിക്കണോ, അല്ല അതിന് ജവാബ് ചെല്ലണോ ഉസ്താദ്? എന്താ ചെയ്യേണ്ടത് ഉസ്താദ്? അസ്സലാമു അലൈക്കും. ഹദീസിൽ ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞതുപോലെ ചെയ്യുമ്പോഴേ അതിൻ്റെതായ ശരിയായ പ്രതിഫലം കിട്ടുള്ളൂ. നാട്ടുകാരോടുള്ള വർത്താനൊക്കെ പറയും വേണം, ലോകർക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യും വേണം എന്ന് പറഞ്ഞാൽ അത് അതിനെന്തെങ്കിലും കിട്ടും, മറ്റേ കിട്ടൂല. ആ ഇരുത്തത്തിന്റെ രീതിയിൽ തന്നെ ഇരുന്ന് ദുന്യവിയോ അല്ലാത്തതോ ആയ മറ്റ് സംസാരത്തിന്റെ മുമ്പ് അത് ആ സലാം വീട്ടിയ ഉടനെ തുടങ്ങണം എന്ന് പറഞ്ഞ്, സലാം വീട്ടിയ ഉടനെ മറ്റ് ദിക്ർ ദുആകളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ്, അല്ലാതെ ദുന്യവയായ സംസാരം എന്ന് മാത്രമൊന്നുമല്ല, മറ്റ് ദിക്ർ ദുആകളൊക്കെ പറയുന്നതിന് മുമ്പ് അത് ഓതിയിരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയേണ്ടത്. അതുപോലെ തന്നെ സ്ഥലം മാറി ഇരുന്നാൽ ഓതിയതിന് ഊലിട്ടുന്നല്ലാതെ ആ പറയപ്പെട്ട പ്രത്യേകമായ ഫളീലത്ത് കിട്ടൂല തന്നെ. അത് കഴിഞ്ഞ് മാറിക്കണോ കൊടുക്കുക നിങ്ങൾ തീരുമാനിച്ചാൽ മതി. മാറി നിന്ന് കൊടുത്താൽ അതിന് കൂലിട്ടെങ്കിൽ കിട്ടും, പക്ഷേ ആ ഇരുന്ന ഇരിപ്പിൽ ചെല്ലണം എന്ന് പറഞ്ഞ ആ പ്രത്യേക കൂലി കിട്ടൂല. മറ്റ് സാധാരണ പതിവുള്ള ദിക്റുകളൊക്കെ ചെല്ലിയതിന് ശേഷം ചെല്ലുക എന്ന് വെച്ചാൽ ഓതിയതിന് കൂലി കിട്ടും, പക്ഷെ ആ പ്രത്യേക കൂലി കിട്ടൂല. ഒരു കാര്യം നിർദ്ദേശിക്കപ്പെട്ടാൽ ആ നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ ചെയ്തെങ്കിലേ അതിന് പ്രത്യേകമായ കൂലി കിട്ടുള്ളൂ. അതിന്റെ അപ്പുറമായാല് പണ്ട് ഈ മറ്റേ ചങ്ങായി പറഞ്ഞേക്ക് ഔട്ടാവൊന്നുമില്ല. മനസ്സിലായില്ലേ? നമ്മളെ ബാലേട്ടൻ പറഞ്ഞില്ലേ 33 34 എട്ടം ജില്ല ഇസ്ലാം എന്ന് ഔട്ടാവുന്ന അങ്ങനെയൊന്നുമില്ല. എന്നാലും പ്രത്യേകം പറയപ്പെട്ട ഓഫർ ചെയ്യപ്പെട്ട പ്രതിഫലം കിട്ടൂല. അതിനാ പറഞ്ഞേക്ക് എഴുതെങ്കിൽ തന്നെ കിട്ടുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബോറിബോ എടുത്ത് കണ്ടില്ല ഉസ്താദ്, അതുകൊണ്ട് എടുത്താണ് ഉസ്താദ്. ഇപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ടാണ് റഹ്മത്തിന്റെ പത്തെന്ന് പറഞ്ഞ് അതൊന്ന് വിശദീകരിച്ചാൽ എങ്ങനെയാണ് എൻ്റെ അത് ആഖിറത്തേക്ക് ചൂണ്ടിട്ടാണോ അതോ ദുനിയാവിനും അത് എങ്ങനെ റഹ്മത്ത് എന്നുള്ളതാണെന്ന് വിശദീകരിച്ചാൽ ഉസ്താദ് ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അന്റെ റഹ്മത്ത് എങ്ങനെയെന്ന് ചോദിച്ചാല് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് 100 റഹ്മത്തുണ്ട് എന്നും ആ 100 റഹ്മത്തിൽപ്പെട്ട ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ലോകത്തേക്ക് അല്ലാഹു തആല ആകെ ഇറക്കിയത് എന്നും അതുകൊണ്ടാണ് മാതാവ് കുഞ്ഞിനോട് കാരുണ്യം കാണിക്കുന്നത് തൊട്ട് പടപ്പുകൾ തമ്മിൽ വാത്സല്യം പ്രകടിപ്പിക്കുന്നതൊക്കെ നാളെ ആഖിറത്തിലെത്തിയാൽ ബാക്കി 99 മാത്രല്ല ഈ ഒന്നുകൂടി ഉൾപ്പെടുത്തി ആ 100 റഹ്മത്ത് കൊണ്ട് അല്ലാഹു തആല മുഅ്മിനീങ്ങളായ അടിയാറുകൾക്ക് റഹ്മത്ത് ചെയ്യും. ആ പറയപ്പെട്ട കാമിലായ റഹ്മത്ത് പ്രത്യേക ഭാഗ്യം ലഭിച്ച ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സമയാണ്. മനസ്സിലായോ? ദുന്യാവിൽ ആകെ ഒരു റഹ്മത്തെ അല്ലാഹു തആല പടപ്പുകളിൽ ഇടയിലേക്ക് ഇറക്കിയിട്ട് തന്നെ ഉള്ളു ഒട്ടാകെ. അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ പടപ്പുകളും പരസ്പരം കാരുണ്യം ചെയ്യുന്നതെങ്കിൽ ഈ ഒരു റഹ്മത്തും ബാക്കിയുള്ള 99 ഉൾപ്പെടെയുള്ള 100% റഹ്മത്ത് കൊണ്ട് അല്ലാഹു തആല ആഖിറത്തിൽ പ്രത്യേകമായി അവന്റെ മോമിനീങ്ങളായ അടിയാറുകൾക്ക് റഹ്മത്ത് ചെയ്യും. ആ കാമിലായ റഹ്മത്ത് കിട്ടാൻ
ഈ മാസം പ്രത്യേകം അള്ളാഹു തആല മോമിനീങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് തന്ന 10 ദിവസങ്ങളാണ്. പക്ഷേ അതിനൊരു നിബന്ധന ഉണ്ട്. ഏത്? ഇർഹമു മൻ ഫിൽ അർള് യർഹംകും മൻ ഫിസ് സമാ. ഭൂമുഖത്തുള്ള അള്ളാഹുവിന്റെ അടിയാറുകളോട് നിങ്ങൾ പരസ്പരം റഹ്മത്ത് ചെയ്യണം, എങ്കിലേ ആകാശത്തിന്റെ അധികാരിയാവുന്ന അള്ളാഹു തമ്പുരാൻ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുള്ളൂ. അപ്പൊ റഹ്മത്തിന്റെ 10 പഠിച്ചോനെ റഹ്മത്ത് കൊണ്ടാ ഇങ്ങനെ തൊള്ളപ്പറച്ചിൽ പറഞ്ഞാ പോരാ. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ അടിയാറുകളോട് റഹ്മത്ത് ചെയ്യണം. അപ്പൊ ഈ 10 ദിനങ്ങളിൽ അള്ളാഹുവിന്റെ അടിയാറുകളോട് റഹ്മത്ത് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. അതുകൊണ്ടാണല്ലോ നാട്ടിലൊക്കെ SYSന്റെ റിലീഫ് ഡേ എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച, ഒരു റമദാനിലെ ഈ ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച തെരഞ്ഞെടുക്കുന്നത്. കാരണം എന്താ? പാവപ്പെട്ട രോഗികള്, അവശര്, അനാഥര്, അഗതികള്, ഇങ്ങനെ തുടങ്ങി സമൂഹത്തിലെ വളരെ ദയ അറിയിക്കുന്ന വിഭാഗത്തിന് കണ്ണീരൊപ്പാൻ വേണ്ടി സഹായത്തിന്റെ കൈനീട്ടം കൊടുക്കേണ്ട ദിവസമായിട്ടാണ്. കാരണം എന്താ? ഈ മാസം അള്ളാഹുവിന്റെ ആദ്യത്തെ 10 പ്രത്യേക റഹ്മത്തിന്റെ മാസ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അള്ളാഹിന്റെ അടിയാറുകളോട് റഹ്മത്ത് ചെയ്യണം. അപ്പൊ ഈ ദിവസങ്ങളിൽ വെറും റഹ്മത്ത് ചോദിച്ചാൽ മാത്രം പോരാ, ചോദിക്കണം. ചോദിക്കുന്നതിന് പുറമെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാവുകയും അള്ളാഹിന്റെ അടിയാറുകളോട് നമ്മൾ റഹ്മത്ത് ചെയ്യുകയും ചെയ്യണം. അപ്പൊ അള്ളാഹു തആല അവന്റെ കാമിലായ 100 റഹ്മത്ത് കൊണ്ട് ആഖിറത്തിൽ റഹ്മത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കും. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാല്ലാഹ് ജസാക്കല്ലാഹു ഉസ്താദ്. ഉസ്താദ്, ഒരു ചോദ്യം ഞാൻ ഇന്ന് തീർത്തും ക്ലാസ് കേട്ടിട്ടില്ല, പക്ഷെ അതിനോട് ക്ഷമ ചോദിക്കുന്നു. ഉസ്താദിന്റെ ക്ലാസ്സിൽ വന്നോന്നറിയില്ല. അതായത് വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിന് ശേഷം പ്രത്യേകം സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന പ്രത്യേക ആ സലാത്ത് 80 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ എത്രയോ വർഷത്തെ പാവം പൊറുക്കുമെന്നുള്ള പ്രത്യേക ഫളായിൽ കേൾക്കാറുണ്ട്. അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ ഉണ്ട്, പക്ഷെ അത് ഹസന് ശേഷം എന്ന് കണ്ടിട്ടില്ല ഹദീസിൽ തന്നെ 80 വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയാല് 80 വർഷത്തെ ദോഷം പൊറുക്കപ്പെടും എന്ന് ഹദീസിലുണ്ട്. പക്ഷെ അത് ഹസന്റെ ശേഷം എന്ന് കണ്ടിട്ടില്ല. വെള്ളിയാഴ്ച ദിവസം എന്നേ കണ്ടിട്ടുള്ളൂ. ഇനി ഉസ്താദന്മാരെ ആരെങ്കിലും അതിനെപ്പറ്റി കൂടുതൽ വിശദമായി പറയുന്ന കിതാബുകളിൽ അങ്ങനെ പറഞ്ഞിട്ട് ആയിരിക്കാം അവരങ്ങനെ പറഞ്ഞത്, സമയം നിർണയിച്ച് പറഞ്ഞത്. അതല്ലെങ്കിൽ അസറിന്റെ ശേഷം, പ്രത്യേകിച്ച് മഗ്രിബോട് അടുത്ത സമയമാണ് ഇജാബത്തിന് ഏറ്റവും സാധ്യതയുള്ള സമയം എന്നതുകൊണ്ട് ആ സമയത്തേക്ക് ബന്ധിച്ചുകൊണ്ട് പറഞ്ഞതും ആവാം മഹാന്മാര്. ഏതായാലും ഇങ്ങനെ 80 വർഷത്തെ ദോഷം പൊറുക്കപ്പെടും എന്ന് ഹദീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അസറിന്റെ ശേഷമാണ് എന്നത് ഞാൻ പ്രത്യേകം കണ്ടിട്ടില്ല. വെള്ളിയാഴ്ച എപ്പോഴും ചെല്ലാം. ഹലോ, അസ്സലാമു അലൈക്കും. എനിക്ക് 2 സംശയങ്ങളാണുള്ളത്. ഒന്ന്, വുളു എടുക്കുന്ന സമയത്ത് ഔറത്ത് മറക്കൽ നിർബന്ധമാണോ? ചില സമയങ്ങളിൽ വുളു എടുക്കുമ്പോൾ ലുങ്കിയൊക്കെ എടുത്ത് വുളു എടുക്കുന്ന സമയത്ത് മുട്ടിന്റെ അല്പം മുകളിലേക്ക് ചില സമയങ്ങളിൽ നീങ്ങി പോകാറുണ്ട്. അപ്പോൾ ഔറത്ത് നിർബന്ധമുണ്ടോ? പിന്നെ മറ്റൊന്ന്, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ ഔറത്ത് കണ്ടാൽ നമ്മളുടെ നിസ്കാരം ബാത്തിലാകുമോ? മുൻസഫിൽ നിൽക്കുന്ന ആളുകൾ, ചില ആളുകൾ പാൻ്റൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഇന്നറൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ചില സമയങ്ങളിൽ അറിയാതെ പെട്ടെന്ന് നോക്കി പോകുന്ന സമയത്ത് അവരുടെ പെണ്ണിന്റെ അടിഭാഗം, ഔറത്ത് നിന്നുള്ള ഭാഗം വെളിവാകാറുണ്ട്. അപ്പൊ ഇത് നമ്മളെ നിസ്കാരത്തെ ബാധിക്കുമോ? അദ്ദേഹത്തിന്റെ നിസ്കാരത്തെ ഏതായാലും ബാധിക്കും, അത് ബാത്തിലാകും. പക്ഷെ അത് കണ്ട നമ്മളുടെ നിസ്കാരം എന്തെങ്കിലും കുഴപ്പം പറ്റുമോ? അസ്സലാമു അലൈക്കും. വുളു ചെയ്യുന്ന സമയത്ത് അന്യരാരും കാണാത്ത മറയുള്ള സ്ഥലത്താണെങ്കിൽ ഔറത്ത് മറക്കണം എന്നില്ല. നല്ലതാണ്.
ഔറത്ത് മറക്കാതെ അല്ലെങ്കിൽ ഔറത്തിന്റെ ചില ഭാഗങ്ങൾ വെളിവായിക്കൊണ്ട് വുളു ചെയ്താൽ വുളു സഹിയാവുന്നതിന് അത് തടസ്സമല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ബാത്റൂമിൽ നിന്നൊക്കെ കുളിച്ചു കഴിഞ്ഞിട്ട് വുളു എടുക്കുകയാണ്, അവിടെ വാതിലടച്ചിട്ടിട്ടുള്ള പുറമെ ആരും കാണാനില്ല, എന്നാൽ അവിടെ ഔറത്ത് മറക്കാതെ തന്നെ വുളു ചെയ്തുകൊണ്ട് വുളുവിന് കുഴപ്പമൊന്നുമില്ല. തന്നെയല്ല, ഇനി ഔറത്ത് മറക്കുകയാണെങ്കിൽ തന്നെ ആളുകൾ ഇല്ലാത്ത സ്ഥലത്ത്, കാലിയായ സ്ഥലത്താണെങ്കിൽ മുൻദ്വാരവും പിൻദ്വാരവും മറച്ചാലും ഔറത്ത് മറച്ച നിർബന്ധം വീടും. മുട്ടുപൊക്കിളട മറക്കണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണാൻ സാധ്യതയുള്ളവർത്താണ്. മനസ്സിലായില്ലേ? അപ്പോ വുദൂന്റെ സമയത്ത് ഔറത്ത് മറക്കൽ നല്ലതാണ്, കാരണം വുദൂ ഒരു പുണ്യപ്പെട്ട ഇബാദത്താണ്. ആ സമയത്ത് അതപോട് കൂടി ആകൽ സുന്നത്താണ്. എന്നാൽ ഔറത്ത് വെളിവായി എന്നതുകൊണ്ട് വുദൂ സഹിയാവാതിരിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഔറത്ത് വെളിവാകാൻ പാടില്ല, അത് വെളിവായ നിസ്കാരം ബാത്തിലാവും. എന്നാൽ മറ്റൊരാളുടെ ഔറത്ത് കണ്ടു എന്നതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിന് ബാത്തിലാകുന്ന പ്രശ്നം വരുന്നില്ല. ഉസ്താദെ, ഒരു ചോദ്യം വന്നതാണ്, ഉസ്താദിനോട് ചോദിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതുമാണ്. പിന്നെ ഒരു ഭാര്യനെ ഒരു ഭർത്താവ് തലാക്ക് ചൊല്ലിയിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഭാര്യ വീട്ടിന്റെ ജമാഅത്ത് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിക്ക് എഴുത്ത് കൊടുക്കില്ല, അങ്ങനെ എഴുത്ത് കൊടുത്തതും ഭാര്യ അടക്കമുള്ളവർ അറിഞ്ഞതും അതുവരെ ആ പെണ്ണ് യുദ്ധ ഇരുന്നിട്ടില്ല. അപ്പൊ പിന്നെ യുദ്ധ എവിടെ മുതലാണ് അവർ കൂട്ടേണ്ടത്? ഇനി അതല്ല, ഈ 1 മാസം കഴിഞ്ഞിട്ട് തലാക്ക് ചെല്ലിയ സമയം മുതൽ, അത് ഈ ഭർത്താവ് ഭാര്യയെ വഞ്ചിച്ചതാണ്, മറ്റു കേസും കാര്യങ്ങളും ഭാര്യ കൊടുക്കാതിരിക്കാൻ വേണ്ടി വേറെന്തൊക്കെയോ ശരിയാക്കാൻ വേണ്ടിയിട്ട് പിന്തിപ്പിച്ച് മനഃപൂർവ്വം മിണ്ടാതിരുന്ന് തലാക്ക് ചെല്ലിയ ഡേറ്റ് പറയാതെ 1.5 മാസം കഴിഞ്ഞിട്ടാണ് അറിയിച്ചത്. അപ്പൊ ഇനി ഈ ഭാര്യ യുദ്ധ ഇരിക്കേണ്ടത് ഇവിടെ മുതലാണ് പൂർത്തിയാക്കിയാൽ മതിയോ, അതല്ല ഈ തലാക്ക് ചെല്ലിയ മുതൽ തന്നെ വേണോ എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഉസ്താദിന് മറുപടി പറഞ്ഞ അവർ കേൾക്കുന്നുണ്ടായിരിക്കും. മൈക്ക് വിട്ടു. ത്വലാഖ് ചൊല്ലിയത് മുതൽക്കാണ് ഇദ്ദ കണക്കാക്കപ്പെടുക. അത് ഭാര്യയോ ഉൾക്കൊള്ളുന്ന മഹല്ല് ജമാഅത്തോ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ത്വലാഖ് ചൊല്ലിയത് മുതൽക്ക് ഇദ്ദ പരിഗണിക്കപ്പെടും. ഇദ്ദ പ്രത്യേകമായി ആചരിക്കാനൊന്നും ഇല്ലല്ലോ ത്വലാഖിന്റെ ഇദ്ദയില്. മനസ്സിലായില്ലേ? മറ്റേ വഫാത്തിന്റെ ഇദ്ദയെ പ്രത്യേകം ആചരിക്കേണ്ട ഇദ്ദയായിട്ടുള്ളൂ. അതായത് പുറത്തു പോകാൻ പാടില്ല, അതുപോലെ തന്നെ സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല, ആഭരണം ഉപയോഗിക്കാൻ പാടില്ല, അലങ്കാര വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയതൊക്കെ വഫാത്തിന്റെ ഇദ്ദക്ക. ത്വലാഖിന്റെ ഇദ്ദയിൽ അതൊന്നും ഇല്ലല്ലോ. ത്വലാഖിന്റെ ഇദ്ദ മറ്റൊരു വിവാഹ നിശ്ചയം നടക്കാതെയും 3 ശുദ്ധി വരെ കാത്തിരിക്കണം എന്നത് മാത്രമാണ് പ്രധാനമായി ത്വലാഖിന്റെ ഇദ്ദ. അതായത് ഒരു ഭർത്താവ് ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലിയാൽ, അവര് വീട് കൂടിയതിന്റെ ശേഷമാണ് ത്വലാഖ് നടന്നതെങ്കിൽ 3 ശുദ്ധി വരെ അവൾ ഇദ്ദയാണെന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് മറ്റൊരു കല്യാണം ഔദ്യോഗികമായി നിശ്ചയിക്കാനും പാടില്ല, നിക്കാഹ് ചെയ്യാനും പാടില്ല. ബാക്കിയുള്ളതൊന്നും പ്രത്യേകം ആചരിക്കാനുള്ള ഇദ്ദയിൽ ഒന്നുമില്ല ത്വലാഖിന്റെ ഇദ്ദയിൽ. അപ്പോ ഇദ്ദ അന്ന് മുതൽക്ക് തന്നെ കണക്കൂട്ടും. അതായത് ഇവൻ ത്വലാഖ് ചൊല്ലിയത് എപ്പോഴാണോ അവിടെ മുതൽക്കാണ് ഇദ്ദ കണക്കാക്കപ്പെടുക, വിവരം അറിഞ്ഞത് മുതൽക്ക് അല്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഒരു സംശയമുണ്ട്. ഈ മുടിയും നഖമൊക്കെ നീക്കുന്നത് രാത്രിയാകുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ റമളാനിൽ പകലിൽ നോമ്പ് പിടിച്ചുകൊണ്ട് ഈ മുടിയും നഖമൊക്കെ നീക്കുന്നതിന് എന്തെങ്കിലും തകരാറുണ്ടോ? അതുപോലെ വലിയ അശുദ്ധിക്കാര് സാധാരണ മുടിയൊക്കെ മുറിച്ചിട്ടാണ് കുളിക്കല്. അപ്പൊ അതിന് മുമ്പ് ഈ അശുദ്ധി മാറുന്നതിന് വേണ്ടി വുളു മാത്രം എടുത്തിട്ട് മുടി മുറിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. രാത്രി അല്ല, പകലിനെയാണ് നല്ലത്. അത് പകല് നഖം, മുടി എന്നിവ നീക്കുന്നത് കൊണ്ട് നോമ്പിന് യാതൊരു കുഴപ്പമില്ല. അത് നോമ്പിനെ ബാധിക്കുന്നതല്ല. അപ്പൊ നോമ്പുള്ളതോടുകൂടി തന്നെ പകൽ സമയത്ത് നഖം മുറിക്ക, മുടി നീക്ക ഒക്കെ ചെയ്യാം. പക്ഷേ
വലിയ ശുദ്ധിയോടുകൂടി നഖം മുറിക്കലും മുടി നീക്കലും കടുത്ത കറാഹത്താണ്, ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്തോടു കൂടി നഖം മുറിക്കുകയാണെങ്കിൽ കയ്യും കാലും കഴുകുക. എന്നാ കഴുകിയ ഭാഗത്തെ ജനാപത്ത് ഉയരും, എന്നിട്ട് നഖം മുറിക്കുക. അതുപോലെ തന്നെ തലമുടി നീക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പ് തല ഒന്ന് വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടി കഴുകുക. എന്നാൽ താടിയും മീശയും ഒക്കെ ഒപ്പിക്കാനും മുടി നന്നാക്കാനും ഒക്കെ പറ്റും. ഒന്നായിട്ട് കുളിച്ചോളണമെന്നില്ല, ഒന്നായിട്ട് കുളിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇനി ഇല്ലെങ്കിൽ ഈ മുടി നീക്കാൻ അല്ലെങ്കിൽ നഖമുറിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം അശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടി കഴുകിയതിന് ശേഷം ചെയ്യാം. അതായത് തെർത്തീബും മുവാലാത്തും ഷർത്തില്ലല്ലോ കുളിക്ക്. അതുകൊണ്ട് എവിടെയാണോ നമ്മൾ നെയ്യത്തോടു കൂടി കഴുകിയ ആ ഭാഗത്തിന്റെ അശുദ്ധി ഉയരും. അപ്പൊ കാലിനെ മുറിക്കുകയാണെങ്കിൽ കാലൊന്ന് വലിയ അശുദ്ധി ഉയർത്തുന്ന നെയ്യത്തോടു കൂടി കഴുകിയാൽ മതി. കയ്യിൻ്റെതാണെങ്കിൽ കയ്യൊന്ന് ആ നെയ്യത്തോടു കൂടി കഴുകിയാൽ മതി. അതുപോലെ തന്നെ മുടി നീക്കുന്ന ഏത് ഭാഗത്താണെങ്കിൽ അവിടെ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടി കഴുകുക. അല്ലാതെ വുദു എടുത്താൽ പോരാ. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ സുഹൃത്തിന്റെ മൈക്ക് ശരിയില്ല, നിങ്ങളൊന്ന് മൈക്ക് ശരിയാക്കി വന്നാൽ നന്നായിരുന്നു. ക്ഷമിക്കണം, ഇത് സാഹിബ് മറുപടി പറഞ്ഞ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംശയം പഠിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അതായത് ഇപ്പൊ വുളു ഒക്കെ ഉസ്താദെ, ഇപ്പം വുളു എടുത്തു കഴിഞ്ഞാല് അതിപ്പോ കൂടുതൽ അതാറുന്ന ടൈം അത്ര അതിൽ കൂടുതൽ ഇങ്ങനെ വിട്ടിട്ട് പിന്നെ വുളു എടുക്കാൻ പാടില്ല. ഉസ്താദ് ഇപ്പം സൂചിപ്പിച്ചു നിർത്തി. അപ്പോ ഈ നിർബന്ധമായ കുളിയിൽ ഇപ്പൊ ഉസ്താദ് പറഞ്ഞപ്പോ ഇപ്പൊ താടിയൊക്കെ നമുക്ക് വടിക്കാൻ വേണ്ടി നിയത്തോട് കൂടിയിട്ട് പിന്നെ താടി കഴുകിയാൽ അവിടെ ശുദ്ധിയായി എന്നുള്ള. അപ്പൊ പിന്നീട് കുളിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ആദ്യം കഴുകപ്പെട്ട ഭാഗം ഒഴിവാക്കിയിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ആ കുളി പൂർത്തിയാകുമോ എന്നുള്ളതാണ് സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതിപ്പോ ആറിപ്പോയിട്ട് എത്ര സമയം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും പിന്നീട് ആ ബാക്കി പൂർത്തിയാക്കിയാൽ മതിയോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പക്ഷേ കല്ലേരിയെ പിടികൂടേണ്ട ഒരു ആവശ്യമുണ്ട്. മനസ്സിലായേ? കല്ലേരി ആദർശ ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കേൾവിക്കാരന്റെ ഭാഷയിൽ പറഞ്ഞ കളവ് പറയാൻ പാടില്ല എന്ന്. കേൾവിക്കാരൻ ഒന്നും വന്നില്ല, കേൾക്കണില്ല. ആ ഒച്ചന് കേട്ടവർ ഇപ്പൊ കേൾക്കലില്ല, നാട്ടിൽ നിന്ന് വന്നിട്ട് കേൾക്കും. കല്ലേരിക്ക് ഓർമ്മ ഉണ്ടോ ഇപ്പൊ പറഞ്ഞ കളവേതാണെന്ന്? താടി വടിക്കുക. ഞാൻ അത് പറഞ്ഞിട്ടില്ലല്ലോ. പറയാത്ത എന്റെ പേരിൽ ആരോപിക്കാൻ പാടില്ല കല്ലേരിയെ. ഇനി പിന്നെ അത് വേണമെങ്കിൽ ആരെയും ക്ലിപ്പാക്കിയിട്ട് ഞാൻ അത് കൊണ്ടുവരുന്ന കണ്ട് താടി വടിക്കാന്ന് അയാള് ഫത്വ കൊടുത്തണ് എന്ന് പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കും. ഞാനത് പറഞ്ഞിട്ടില്ല. മറിച്ച് താടി മീശയും ഒപ്പിക്കുക, മുടി നന്നാക്കുക എന്നാ പറഞ്ഞ്. അല്ലാതെ മീശ വടിക്കല് നല്ലതല്ല, താടി വടിക്കൽ ഹറാമാണ്, അല്ലെങ്കിൽ താരീമിന്റെ കറാത്താണ്. അതുകൊണ്ട് തന്നെ താടി വടിക്കാൻ എന്ന് പറയില്ലല്ലോ. കല്ലേരി ആയതോടാട്ടോ, അല്ലെങ്കിൽ വേറുള്ളവരോടോ എനിക്കിപ്പോ പറയില്ല. കല്ലേരിയൊക്കെ ആവുമ്പോ അങ്ങനെ ശ്രദ്ധിച്ച് പറഞ്ഞോളണം. കാരണം എന്താ വെച്ചാല് ആദർശ ചർച്ചന്റെ ആൾക്കാരാണ്. അപ്പൊ അവര് ഫിഖിന്റെ അവിടെ വരുമ്പോഴും ആ സൂക്ഷ്മത സോറി പറയേണ്ട ആവശ്യത്തില്ല, സംഗതി തമാശ പറഞ്ഞതാ. അപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ചോദ്യത്തിന്റെ മർമ്മം എന്താന്ന് വെച്ചാൽ തെർത്തീബ് നിർബന്ധമില്ല, മുവാലാത്ത് നിർബന്ധമില്ല എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം ശരീരത്തിന്റെ ഏതാനും ഭാഗം വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടി കഴുകി. പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി ഭാഗം കഴുകി. അപ്പോൾ ആദ്യം കഴുകിയ ഭാഗം കഴുകാതെ ബാക്കി ഭാഗം മാത്രം കഴുകിയാൽ മതിയെന്ന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെട്ട് അപ്പോൾ തൽക്കാലം കുളിക്കാൻ ഒരു മടി, സുബഹിക്ക് കുളിക്കാന്ന് വെച്ചു. പക്ഷേ എന്നാൽ
ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉദു ചെയ്യാം. ഉദു ചെയ്യുമ്പോൾ ഇയാൾ എന്ത് നിയ്യത്ത് ചെയ്തു? ചെറുതും വലുതുമായ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് ചെയ്തിട്ട് ഉദു ചെയ്തു. എന്നാൽ ഈ ഉദുവിന്റെ അവയവങ്ങളിൽ നിന്ന് ചെറിയ അശുദ്ധിയും ഉയർന്ന് വലിയ അശുദ്ധിയും ഉയർന്നു. ഇനി സുബൈക്ക് എഴുന്നേറ്റിട്ട് കുളിക്കണം. അപ്പൊ രണ്ടാമത് നിയ്യത്ത് വെക്കേണ്ട ആവശ്യമില്ല. നേരത്തെ കഴുകിയ സ്ഥലം ഇപ്പോൾ കഴുകേണ്ട ആവശ്യവും ഇല്ല. അപ്പൊ സമയം കുറെ നീണ്ടാലും നേരത്തെ നിയ്യത്തോടു കൂടി കഴുകിയ ഭാഗം ശുദ്ധിയായതോടു കൂടി അത് രണ്ടാമത് ഇനി ബാക്കിയുള്ള ഭാഗം കഴുകുന്ന സമയത്ത് ആവർത്തിച്ച് കഴുകേണ്ട ആവശ്യമില്ല. ബാക്കി ഭാഗം കഴുകുന്ന സമയത്ത് രണ്ടാമത് നിയ്യത്ത് ആവർത്തിക്കേണ്ട ആവശ്യവും ഇല്ല. അത് ചോദിച്ചതിലേറെ നിയ്യത്തിനെ പറ്റി കല്ലേരിന്റെ ചോദ്യത്തിൽ വന്നിട്ടില്ല, അതും പെട്ട്. ആദ്യം കഴുകേണ്ടതില്ല എന്ന് മാത്രമല്ല, രണ്ടാമത് നിയ്യത്ത് മടക്കി വെക്കേണ്ടതും നിർബന്ധമില്ല. ഇനി ഒരാൾ വെച്ച് നിരി കേടുണ്ടെന്നല്ല, നിർബന്ധമില്ല.